എന്തായാലും ഐശ്വര്യമായിട്ട് ഒരു പാട്ടോട് കൂടി അങ്ങ് തുടങ്ങാം. മേടമാസ ചൂടിലേ നിലാവും തേടി നാട്ടുമാവിൻ ചോട്ടിൽ നാം വന്നിരിക്കുമ്പോൾ കുഞ്ഞുകാറ്റിൻ ലോലമാം കുസൃതി കൈകൾ നിന്റെ ഓമൽ പാവാട തുമ്പുലമ്പോൾ ചാഞ്ചക്കം ചെല്ലക്കൊമ്പിൽ ചിങ്കാരച്ചേരിൽ മെല്ലെ തഴമ്പുവായി തുള്ളുമ്പോൾ നീ എനിക്കല്ലേ നിൻ പാട്ടെനിക്കല്ലേ നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളേ ഏതപൂർവ തപസ്സിനായി ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. ശ്രീലക്ഷ്മിക്ക് ഏറ്റവും പേടിയുള്ള ജീവി ഏതാണ്? പാമ്പ്. പാമ്പ് പേടിയാണ്. ഭൂതക്കണ്ണാടിയിൽ പുള്ളോത്തിയല്ലേ പാമ്പ്? അതിനകത്ത് പാമ്പ്. ആ, റിയൽ പാമ്പുണ്ട്. ആണാണ്, റിയൽ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ചൂല് വെച്ചിട്ട് ഇങ്ങനെ തട്ടുന്ന വെക്കുന്നത് അല്ല, തൊടൂലെന്ന് പറഞ്ഞു. ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്, ഒരു സാധാരണ വീട്ടമ്മ, എങ്ങനെ ഒരുപോലെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ ശ്രീലക്ഷ്മിക്ക് സാധിക്കുന്നു? പാടാണ് ചേട്ടാ, ഭയങ്കര പാട്. ഒന്നാമത് എൻ്റെ വീട്ടിൽ ആരും ഈ ഫീൽഡിൽ നിന്നുള്ളവരല്ല. അപ്പം നമ്മുടെ ടൈമിംഗ് ഒക്കെ അറിയാമല്ലോ. നമുക്ക് രാവിലെ വെളുപ്പാങ്കാലത്ത് പോയാൽ ചിലപ്പോൾ അർദ്ധരാത്രി ആയിരിക്കും വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പോരാഞ്ഞിട്ട് എനിക്കൊരു മോനും കൂടെ ഉണ്ട്, അവൻ്റെ കാര്യം കൂടെ ഹാൻഡിൽ ചെയ്യണം. പക്ഷെ എനിക്ക് പറ്റുന്ന ഒരു ലിമിറ്റിൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ. സീരിയൽ ഒരെണ്ണം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്താണ്, ന്യൂജൻ അമ്മയായിട്ട് ഇപ്പം കുറേ സിനിമകളിൽ സിനിമയുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയാൽ ഒരു 5-10 ദിവസത്തിനുള്ളിൽ വർക്ക് ചെയ്ത് തിരിച്ചു വരാം. സീരിയലാകുമ്പോൾ എല്ലാ മാസവും നമ്മൾ വർക്ക് ചെയ്യണം, ഡേയ്സ് കൊടുക്കണം, നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ടിങ് നമുക്ക് ഇത്രയും ദിവസം നമ്മൾ മാറ്റി വെക്കണം. സിനിമയാകുമ്പോൾ ജസ്റ്റ് പോകുന്നു, അത് അത്രയും ദിവസത്തെ കഴിഞ്ഞാൽ നമുക്ക് സമാധാനമുണ്ട്, പിന്നെ ഡബ് ചെയ്യാൻ വല്ലതും പോയാൽ മതി, അങ്ങനെയുള്ളു. പാടാണ്, പക്ഷെ എങ്ങനെയോ ഈശ്വരൻ അതിനൊരു കഴിവ് തരുന്നുണ്ട്. പിന്നെ വീട്ടിലുള്ള ഓഫ് കോഴ്സ് എൻ്റെ മൂത്ത മോനും ഹസ്ബൻഡ് എല്ലാവരുടെയും കൂടെ സപ്പോർട്ട് ഇല്ലാതെ അത് മുമ്പോട്ട് പോവില്ല. ശ്രീലക്ഷ്മിക്ക് ഇഷ്ടമുള്ള വാച്ച് എന്താണ്? കുറേ ഉണ്ട്. എന്നാൽ ഏറ്റവും ഇഷ്ടമുള്ള വാച്ച്? എനിക്ക് അർമാനി ഇഷ്ടമാണ്. അർമാനി ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ബിരിയാണി. അങ്ങനെയില്ല ചേട്ടാ, എനിക്ക് അല്ലല്ല, നെവർ. സോ ചിക്കൻ ഓർ മട്ടൺ ബിരിയാണി? എന്തായാലും മട്ടൺ ബിരിയാണി. ഏറ്റവും പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം? ഹിൽ സ്റ്റേഷനാണ്. ഹിൽ സ്റ്റേഷൻസ്. പിന്നെ ഏറ്റവും വെറുക്കുന്ന വ്യക്തി? അത് പറയാൻ പറ്റൂല. എന്നാലും അത് വേണ്ട. ഉണ്ടോ? ഉണ്ട്. ജീവിതത്തിൽ ഒരു വെറുക്കുന്ന വ്യക്തി ഉണ്ട്. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു ചോദ്യം കൂടെ, എന്താണ് ജീവിതത്തിൽ എപ്പോഴും ചെയ്തോണ്ടിരിക്കാനുള്ള, ഡാൻസ് വിട്ടിട്ട് ഒരാഗ്രഹമുള്ള കാര്യം? പാട്ട് തന്നെയായിരിക്കും. പാട്ട് കേൾക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എങ്ങനെയാണ്? കുക്കിംഗ് ഒക്കെ അറിയോ? പാചകം നന്നായിട്ട് ചെയ്യും? ഒന്നും അറിഞ്ഞൂടായിരുന്നു, പക്ഷെ ആഫ്റ്റർ മാരേജ് എല്ലാം പഠിച്ചു. ആഫ്റ്റർ മാരേജ് പഠിച്ചു. ഗോസിപ്പ് ഇഷ്ടമാണോ? കുറച്ച്. ഗോസിപ്പ് ഇഷ്ടപ്പെടാത്ത ആരും കാണില്ലല്ലോ. മദ്യപാനം ഇഷ്ടമാണോ? ആവശ്യത്തിന്, ഒരു ലിമിറ്റിന്. ഓവറായിട്ട് കിടന്ന് മനസ്സിലായി, ഒരു ലിമിറ്റിന്. അപ്പം ഈ വെള്ളം സിനിമ ഉണ്ടായിരുന്നല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? വെള്ളം ജയസൂര്യ ഫുൾ ടൈം ജയസൂര്യ അല്ല, ആ കഥാപാത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു 2ാം വരവിൽ കുറേ അമ്മ വേഷങ്ങൾ ചെയ്തെങ്കിലും എന്തെങ്കിലും എനിക്ക് ആ അമ്മയ്ക്ക് പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു വെള്ളത്തിൽ എൻ്റെ കഥാപാത്രം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് കൊത്ത്, സിബി സാറിന്.
സരോജിനി, ഭൂതക്കണ്ണാടിയിലെ സരോജിനിക്ക് ശേഷം എനിക്ക് കിട്ടിയ ശക്തമായ കഥാപാത്രമാണ് കൊത്തിലെ ആ അമ്മ.